ഇറാനിലെ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിൽ നേവൽ മൈനുകൾ സ്ഥാപിക്കുവാൻ ഇറാൻ തയ്യാറെടുത്തിരിക്കുന്നുവെന്ന് വെളിപ്പെടുത്തി അമേരിക്കൻ ഉദ്യോഗസ്ഥർ. കഴിഞ്ഞ മാസത്തിൽ ഇറാൻ സൈന്യം പേർഷ്യൻ ഗൾഫിലെ കപ്പലുകളിൽ നാവിക മൈനുകൾ കയറ്റുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ജൂൺ 13-ന് ഇറാനെതിരെ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ തയ്യാറെടുപ്പുകൾ നടന്നതെന്നും US ഉദ്യോഗസ്ഥർ അറിയിച്ചു. മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെടാതിരുന്ന ഒന്നാണ് നേവൽ മൈനുകൾ സ്ഥാപിക്കലെന്നും രഹസ്യാന്വേഷണ വിഭാഗം വഴിയാണ് വിവരങ്ങൾ ലഭിച്ചതെന്നും ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ഷിപ്പിംഗ് പാതയിൽ മൈനുകൾ സ്ഥാപിക്കുക എന്ന ഗൗരവകരമായ തീരുമാനമാണ് തെഹ്റാൻ എടുത്തിരിക്കുന്നത്. മൈനുകൾ കപ്പലിൽ കയറ്റിയെങ്കിലും ഇറാൻ പക്ഷേ അത് ഹോർമൂസിൽ സ്ഥാപിച്ചിരുന്നില്ല. ഇങ്ങനെയൊരു നീക്കം നടത്തി ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചിരുന്നെങ്കിൽ അത് സംഘർഷം വർദ്ധിപ്പിക്കുകയും ആഗോള വാണിജ്യത്തെ സാരമായി ബാധിക്കുന്ന നിലയിലേക്ക് മാറുകയും ചെയ്യുമായിരുന്നുവെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആഗോളതലത്തിൽ എണ്ണയുടെയും ഗ്യാസിന്റെയും കയറ്റുമതിയുടെ 1/5 ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് കടന്നുപോകുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയതിനു ശേഷം എണ്ണവില 10% ഇടിഞ്ഞിരുന്നു. എന്നിരുന്നാലും സംഘർഷം കാരണം എണ്ണ വ്യാപാരത്തിൽ കാര്യമായ തടസ്സങ്ങളുണ്ടായിരുന്നില്ല. ജൂൺ 22-ന് അമേരിക്ക ആക്രമണം നടത്തിയതോടെ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പലിലൂടെ സഞ്ചാരം തടയാനുള്ള നടപടിയെ ഇറാന്റെ പാർലമെന്റ് പിന്തുണച്ചതായി റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നാൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഇറാന്റെ സുപ്രീം ദേശീയ സുരക്ഷാ കൗൺസിലാണെന്ന് ഇറാന്റെ ദേശീയ മാധ്യമം വ്യക്തമാക്കിയിരുന്നു. ഇറാൻ നേരത്തെയും ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാൻ തീരുമാനമെടുത്തിരുന്നു. പക്ഷേ അത് നടപ്പിലാക്കാനായിരുന്നില്ലെന്നും അവർ ചൂണ്ടിക്കാണിച്ചു. ഇറാനിയൻ കപ്പലുകളിൽ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന അമേരിക്കൻ പ്രസ്താവന എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമല്ല. എന്നാൽ സാറ്റലൈറ്റ് ചിത്രങ്ങളുടെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സാധാരണഗതിയിൽ വിവരങ്ങൾ ലഭിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ പുതിയ വെളിപ്പെടുത്തലിൽ പെന്റഗൺ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഐക്യരാഷ്ട്രസഭയിലെ ഇറാനിയൻ പ്രതിനിധിയും അഭ്യൂഹങ്ങൾക്ക് മറുപടി നൽകിയിട്ടില്ല. നേരത്തെ ഫോർദോയിലെ ആണവ സമ്പുഷ്ടീകരണ പ്ലാന്റിലെ പ്രവർത്തനങ്ങൾ കാണിക്കുന്ന പുതിയ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തുവന്നിരുന്നു. അമേരിക്കൻ വ്യോമാക്രമണം മൂലമുണ്ടായ ദ്വാരങ്ങളും വെന്റിലേഷൻ ഷിഫ്റ്റുകളും നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുമാണ് സാറ്റലൈറ്റ് ചിത്രങ്ങൾ വെളിപ്പെടുത്തുന്നതെന്നാണ് മാക്സർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. നിരവധി ഉദ്യോഗസ്ഥർ ഫോർദോയിലെ ആണവ സമ്പുഷ്ടീകരണ പ്ലാന്റിൽ ക്രെയിൻ പ്രവർത്തിക്കുന്നതായി ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നുവെന്നും മാക്സർ പറഞ്ഞിരുന്നു. മാക്സർ പറയുന്നതനുസരിച്ച് സമുച്ചയത്തിന് മുകളിലുള്ള അറ്റത്ത് വടക്കൻ ഷാഫ്റ്റിന് തൊട്ടടുത്തായി ഒരു എക്സവേറ്റർ സ്ഥാപിച്ചിട്ടുണ്ട്. ഷാഫ്റ്റിന്റെ ദ്വാരത്തിന്റെ പ്രവേശന കവാടത്തിലാണ് ഉദ്യോഗസ്ഥർ ക്രെയിൻ പ്രവർത്തിപ്പിക്കുന്നത്. നിരവധി വാഹനങ്ങൾ ഡ്രിഡ്ജിന് താഴെയായി കാണുന്നുണ്ട്. സൈറ്റിലേക്ക് പ്രവേശിക്കുന്നതിനായി നിർമ്മിച്ച വഴിയിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നതെന്നും മാക്സർ പറയുന്നു. ഫോർദോയിൽ നിന്നുള്ള ചിത്രങ്ങളിൽ 2 MOP ഇംപാക്ട് സൈറ്റുകളിൽ ഇറാനിയൻ ഉദ്യോഗസ്ഥർ സജീവമായി പ്രവർത്തിക്കുന്നത് കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ കേടുപാടുകൾ വിലയിരുത്തുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നിഗമനം. റേഡിയോളജിക്കൽ സാമ്പിളിംഗ് നടത്തുന്നതായി മാക്സർ വിലയിരുത്തിയിരുന്നു. ഇറാനിയൻ ഉദ്യോഗസ്ഥർ പ്രധാന പ്രവേശന കവാടത്തിലെ കേടുപാടുകൾ നീക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രവൃത്തി നിരീക്ഷിച്ചു വരികയാണ്. തുരങ്കത്തിന് പ്രവേശന കവാടങ്ങളൊന്നും വീണ്ടും തുറക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി സൂചനകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ട്.